ഹായ് ഫ്രണ്ട്സ്, പ്രൈസ് ഗാഡ്. മക്കളെ സുഖമാണോ? സന്തോഷമാണോ? ഹാപ്പിയാണെന്ന് സിസ്റ്റർ വിശ്വസിക്കുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ, സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. ദൈവം ശരിക്കും ആരെപ്പോലെ ഇരിക്കും? നമ്മുടെ ദൈവം ശരിക്കും ആരെപ്പോലെ ഇരിക്കും? നിന്നെപ്പോലെ ഇരിക്കോ? എന്നെപ്പോലെ ഇരിക്കോ? മനുഷ്യരെ പോലെ ഇരിക്കോ? എങ്ങനെ ഇരിക്കും? ഉൽപ്പത്തി 1:27 നമ്മൾ കാണും, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. അപ്പോൾ എന്നാ ഛായ, ആ ഇമേജ് അതുപോലെയാണ് നമ്മൾ. ഉദാഹരണത്തിന് സിസിൻ്റെ കയ്യിൽ ഒരു ബുക്കുണ്ട്. ഈ ബുക്കിനെ ഫോട്ടോ കോപ്പി എടുത്താൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെയല്ലേ ഇരിക്കുമോ? ഈ ചിത്രവും ഈ അക്ഷരങ്ങളും ഒക്കെ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ഫോട്ടോ കോപ്പിയല്ലേ നമ്മൾ. അപ്പോൾ ദൈവം എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചൂണ്ടിക്കാണിച്ചാൽ മതി അല്ലേ. എൻ്റെ ദൈവം എന്നെപ്പോലെ ഇരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ദൈവം എന്നെപ്പോലെ ഇരിക്കും. അപ്പോൾ എന്നെ മനസ്സിലാക്കും, ഞാൻ എങ്ങനെ ആയിരിക്കുന്നു അതുപോലെയൊക്കെ ആയിരിക്കും എൻ്റെ അപ്പനായ എൻ്റെ ദൈവം. ഓക്കെ, കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ഇനി വിചാരിക്കുക, ഈ ദൈവം സൃഷ്ടിച്ചതിന് ശേഷം എന്താ പറഞ്ഞേ? ഉൽപ്പത്തി 1:31 നോക്കിക്കേ, താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു എന്ന്. ആവറേജ് മാർക്കല്ല, ഗുഡല്ല, ഇവിടുത്തെ എക്സലൻറ്റ്, വളരെ സബാഷ്, ഫണ്ടാസ്റ്റിക്, അമേസിങ്, ബ്യൂട്ടിഫുൾ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മളെ നോക്കി, നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷം, സൃഷ്ടികർമ്മം നടത്തിയതിന് ശേഷമാണ് തമ്പുരാൻ ഈ പറയുന്നത്. 1:27 പറഞ്ഞു, വീണ്ടും ഇങ്ങനെ വന്ന് 1:31 അവസാനിക്കുമ്പോഴാണ് പറയണത്, താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നു, ഗംഭീരമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ദൈവം നമുക്ക് എത്ര മാർക്ക് തന്നു? നമ്മളായിരിക്കുന്ന അവസ്ഥയ്ക്ക് നമുക്ക് തന്ന 100-ൽ 100, 100 ഔട്ട് ഓഫ് 100, അതായത് ഫുൾ A+. എവിടെ നോക്കിയാലും ഏത് സിസ്റ്റത്തിനും ഏത് കാര്യത്തിനും കർത്താവ് നമുക്ക് ഫുൾ മാർക്കാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പക്ഷെ നമുക്ക് കൊടുക്കുന്ന വില എത്രയായിരിക്കും? ഓക്കെ, നമുക്ക് ഒരു വില കൊടുക്കുമല്ലോ. നമ്മൾ പറയും ഇതാണ് കളർ ശരിയല്ലാതെ ഞരമ്പുകളൊക്കെ പുറത്തോട്ട് വരാൻ തുടങ്ങി, ഇത് കൊള്ളത്തില്ല, ഇത് കുറച്ചുകൂടി സോഫ്റ്റ്നെസ് ആണ്, ഇതിപ്പോൾ NH ഹൈവേ പോലെയാണ്, കുറച്ചുകൂടി കുറഞ്ഞിരിക്കണം, ശരിയല്ല, ഈ പഠിപ്പ് ഇതൊന്നും ശരിയല്ല, കുറച്ച് അവിടെ നോക്കി ഇവിടെ നോക്കി, അവർക്ക് എന്ത് രസമാണ്, നമ്മൾ മാത്രം ഇങ്ങനെയായിപ്പോയി. അങ്ങനെ ചിലപ്പോഴെങ്കിലും ഡയലോഗ് അടിക്കാറുണ്ട്. അപ്പോൾ മാർക്ക് കുറവല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര മാർക്കായിരിക്കും കൊടുക്കുക? 100 ഔട്ട് ഓഫ് 100 കൊടുക്കുമോ? എല്ലാത്തിനും A+ കൊടുക്കുമോ? നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന്, കഴിവിന്, വികാരങ്ങൾക്ക്, നമുക്ക് കുടുംബത്തിൽ ദൈവം ഒരുക്കിയ സാധ്യതകൾക്ക്, കുടുംബാംഗങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും മക്കളിത് കണ്ടോ, പേപ്പർ ഗ്ലാസ് എന്താ അതിൻ്റെ പ്രത്യേകത? 1 ടൈം യൂസാണ് അല്ലേ. നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുന്നു, അല്ലെങ്കിൽ ചായ ഒഴിക്കുന്നു, കുടിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യും? കൊണ്ടുപോവോ? കഴുകി വയ്ക്കുകയോ? ഇല്ല. നമ്മളിതിനെ മടക്കി ചുരുട്ടി അടുത്ത് എവിടെയാണ് ഇങ്ങനെ പരതും, എവിടെയാണ് റബ്ബിഷ് ബോക്സ് ഇരിക്കുന്നത്, ആ റബ്ബിഷ് ബോക്സിൽ കൊണ്ട് ഉപേക്ഷിക്കും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാറ്? 1 ടൈം യൂസ്, ഒരു വികാരവും ഇല്ലാതെ, ഒരു ഫീലിങ്ങും ഇല്ലാതെ നമ്മൾ കളയും. അതുപോലെ വളരെ തുച്ഛമായ വില നമ്മൾ കൊടുക്കും. നമ്മൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുക്കും. രണ്ടാമതെന്ന് പറഞ്ഞാൽ പടയ്ക്കുന്ന നോട്ട് കണ്ടല്ലേ, ഈ ഒരു 500 രൂപ, ഈ 500 രൂപ ഇങ്ങനെ ചുരുട്ടാം, മടക്കാം, ചിലപ്പോൾ ഞാനിങ്ങനെ അമർത്തി പിടിക്കാം, ചിലപ്പോൾ അറിയാതെ താഴെ വീണ് പോകാം, അറിയാതെ ചിലപ്പോൾ ഞാൻ ചവിട്ടിയേക്കാം, എങ്കിലും ഞാൻ അവിടെ ഇട്ടേച്ചിട്ട് പോവുമോ? വില കുറയോ? ഈ 500ൻ്റെ വില പഴകും തോറും, കാരണം ഇപ്പം നല്ല ഫ്രഷ് നോട്ടാണ്, ചില നോട്ടുകളൊക്കെ എടുക്കുമ്പോൾ ഉപയോഗിച്ച് പിടിച്ച് ഒരു പഴക്കം ഉണ്ടാവും. അങ്ങനെ പഴകിയാൽ ഇതിൻ്റെ വില 500 എന്നുള്ളത് 5 രൂപയായി കുറയോ? 50 രൂപയായി കുറയോ? ഇല്ല അല്ലേ. ഇതെപ്പോഴും ഈ വർഷവും അല്ലെ ഈ മാസം എടുത്തു, 5 മാസം കഴിഞ്ഞാൽ 500 രൂപ 500 രൂപ തന്നെ. ആരുടെ കയ്യിലിട്ടാലും അതിനൊരു വിലയുണ്ട്. ഓക്കെ, ഇതിന് നഷ്ടപ്പെട്ടാലോ, കൊടുക്കുമ്പോഴോ നമുക്ക് ഇച്ചിരി ഒരു കുഞ്ഞു ദുഃഖവും വരില്ലേ, കയ്യിലിരുന്ന് 500 രൂപ പോയി, ഇപ്പോൾ 50 രൂപയെ തിരിച്ച് കയ്യിലുള്ളൂ എന്ന് നമുക്ക് തോന്നാം. അപ്പോൾ അതിനൊരു വിലയുണ്ട്. ഓക്കെ, അപ്പോൾ ചുമ്മാ നമ്മളെ ജീവിതവുമായി ചിന്തിക്കുമ്പോൾ നമ്മൾ കർത്താവ് A+ ഇട്ടു, നമ്മൾ ചിലപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ ഗ്ലാസിൻ്റെ വില കൊടുക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് എന്തൊക്കെ ആയിക്കൊള്ളട്ടെ, എൻ്റെ ജീവിതത്തിന് ഞാൻ വില കൊടുക്കും. ഇപ്പോൾ ടീച്ചർ പറയുകയാണ്, നീ മിടുക്കനാണ്, നീ ഗുഡാണ്, നിനക്കിത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ടീച്ചർ എനിക്ക് ഫുൾ മാർക്ക് തരുവാണ്. പക്ഷെ എനിക്ക് വിശ്വാസമില്ല, എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല, എനിക്കൊന്നും പറ്റില്ല, അത് നടക്കത്തില്ല എന്ന് പറയുമ്പോൾ അത് പറ്റത്തില്ല, ശരിയാവില്ല, ഇങ്ങനെയല്ലേ നമ്മൾ പറയാറ്.
അങ്ങനെ പോകുമ്പോൾ എനിക്ക് കൊടുക്കുന്ന വില വളരെ കുറവാണ്. ഓക്കെ, അങ്ങനെയാകരുത്. അങ്ങനെയെങ്കിൽ ഞാൻ ഇതുപോലെ പേപ്പർ ഗ്ലാസ് പോലെ വില കുറച്ച് കൊടുത്താൽ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ ഫുൾ ഹീറോ ആയിരിക്കും. ഓക്കെ, ക്യാമറയ്ക്ക് മുന്നിൽ നമ്മളിങ്ങനെയൊക്കെ കാണിച്ച് സെൽഫി എടുക്കുമ്പോൾ ഹീറോ ആയിരിക്കും, പക്ഷേ ക്യാമറയ്ക്ക് പിന്നിൽ ഞാൻ സീറോ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വില കുറവ് കൊടുക്കും തോറും നമ്മുടെ സെൽഫ് എസ്റ്റീം കുറയും. ഓക്കെ, ഇങ്ങനെ എടുക്കുമ്പോൾ ലോ സെൽഫ് എസ്റ്റീം, ഇങ്ങനെ എടുക്കുമ്പോൾ ഹൈ സെൽഫ് എസ്റ്റീം. ഓക്കെ, ഹൈ സെൽഫ് എസ്റ്റീം. ഇനി ലോ സെൽഫ് എസ്റ്റീം കുറയും തോറും എന്താ സംഭവിക്കുക? നമ്മുടെ തീരുമാനങ്ങളൊക്കെ ചിലപ്പം തെറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായം പറയാനുള്ള ഒരു വിമുഖതയുണ്ടാകും. ഓക്കെ, ഇനി ശരിക്കറിയാലോ, നമ്മളെ സൈക്കോളജിസ്റ്റ് പറയുന്നത് ഡിപ്രഷൻ്റെ മൂല കാരണം എന്ന് വെച്ചാൽ ബേസിക് കാരണം ലോ സെൽഫ് എസ്റ്റീമാണ്. അപ്പോൾ ഒരു ഡിപ്രഷനുള്ള ആളെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ എസ്റ്റീം, സെൽഫ് എസ്റ്റീം, അതായത് സ്വന്തം അഭിമാനം, അന്തസ്സ്, ആ സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി കൂട്ടുമ്പോൾ ആ ഡിപ്രഷൻ നമുക്ക് ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ ലോ സെൽഫ് എസ്റ്റീം ആളെ പിടിച്ച് കയറ്റി ആ ഒരു സുഖാവസ്ഥയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചുകൂടി പരിശ്രമിക്കണം. ഓക്കെ ഓക്കെ അപ്പോൾ സെൽഫ് എസ്റ്റീം മാത്രമല്ല മക്കളെ, ലോ സെൽഫ് എസ്റ്റീം നമ്മുടെ തലച്ചോറിനെ ബാധിക്കും, മെമ്മറിയെ ബാധിക്കും, ഓർമ്മ പെശകൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പഠനം പറയുന്നുണ്ട്. അപ്പം നമുക്കതൊന്നും വേണ്ട. നമ്മൾ ഈശോൻ്റെ മക്കളല്ലേ, കർത്താവ് ഫുൾ മാർക്കിട്ട് തന്ന നമ്മളെന്തിനാ ഇച്ചിരി കുറയ്ക്കുന്നത്? നമുക്ക് അത് വിശ്വസിച്ച് പോകാം. ഓക്കെ, ഇനി ലോ സെൽഫ് എസ്റ്റീമിനെ പറ്റി പറഞ്ഞു, ഹൈ സെൽഫ് എസ്റ്റീമിനെ പറ്റി പറഞ്ഞു. ഈ സെൽഫ് എസ്റ്റീം കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, മറ്റുള്ളവർ പപ്പ അമ്മയൊക്കെ സഹോദരങ്ങൾ ചിലപ്പോൾ പോസിറ്റീവായിട്ട് പറഞ്ഞ് നമ്മുടെ എസ്റ്റീം കൂട്ടാം. ചിലപ്പം നമ്മൾ നോക്കുന്ന സമൂഹം നമുക്ക് എപ്പോഴും D+ തരണേന്ന് വിചാരിച്ചോ. മക്കളിപ്പം കണക്കിന് ഭയങ്കര മോശമാണെന്ന് വിചാരിക്കുക, ബാക്കി എല്ലാ വിഷയത്തിനും നല്ലതാണ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ അലയടിച്ച് കേൾക്കുന്നത് ഞാൻ കണക്കിന് മോശമാണ്, എനിക്ക് പറ്റില്ല, അവൻ പഠിക്കാൻ കൊള്ളത്തില്ല, അവൻ ലലല എപ്പോഴും പ്രശ്നമാണ് കേൾക്കണമെങ്കിൽ എന്നാ സംഭവിക്കുക? നമുക്ക് ലോ സെൽഫ് എസ്റ്റീം ആവാനുള്ള സാഹചര്യങ്ങളാണ്. ഓക്കെ, അങ്ങനത്തെ സാഹചര്യം ഓട്ടോമാറ്റിക്കലി കേട്ട് 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 നമ്മുടെ മെമ്മറിയുടെ, നമ്മുടെ മനസ്സിൻ്റെ ഭാഗമായി അത് നമ്മുടെ ബിലീഫ് സിസ്റ്റമായി മാറും. ഞാൻ തന്നെ ഇവിടെ ഒരു ലേബൽ എഴുതി ഒട്ടിക്കും, ഞാൻ എന്താണ്, ഞാൻ ആരാണ്, എനിക്ക് എന്തൊക്കെ പറ്റും, എനിക്ക് എന്തൊക്കെ പറ്റില്ല എന്ന്. ഓക്കെ, അപ്പോൾ സമൂഹം ചിലപ്പോൾ ലോ സെൽഫ് എസ്റ്റീം ആകാനുള്ള സാധ്യതകൾ തന്നാലും മക്കളെ പതറരുത്, പിണങ്ങരുത്. നമ്മുടെ ദൈവം നമുക്ക് എക്സലൻ്റ് മാർക്കാണ് തന്നിരിക്കുന്നത്. അന്ന് തന്നെത്താനെ പറ്റി പറയണം, ഐ ആം ഗുഡ്, എനിക്ക് പറ്റും. എനിക്ക് ചിലപ്പോൾ ഈ അസഭ്യ വാക്കുകൾ, മോശം വാക്കുകൾ, തെറി വാക്കുകളൊക്കെ അറിയാതെ കേട്ട് കേട്ട് വരുന്ന സ്വഭാവമാണ്, എനിക്കത് മാറ്റാൻ പറ്റില്ല എന്ന് ധാരണയാണെങ്കിൽ ഡോണ്ട് വറി, നമ്മൾ പരിശ്രമിച്ചാൽ മതി. എനിക്ക് പറ്റും, ഞാൻ മിടുക്കനാണ്, ഞാൻ നല്ല കുട്ടിയാണ്, നല്ലത് പറയുന്ന കുട്ടിയാണ്, നല്ലത് പറഞ്ഞ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന ആൾക്കാരാണ്, മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ആൾക്കാരാണ്, സന്തോഷിപ്പിക്കുന്ന ആളാണ് ഞാൻ 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 ദൈവത്തിൻ്റെ കൊച്ചാണ് പറഞ്ഞ് 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 ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ വളരും. ഓക്കെ, ഒരാളുടെ കഥ പറഞ്ഞുതരാം. ചരിത്രത്തിൽ പ്രമുഖ സ്ഥാനം പിടിച്ച ഒരു വ്യക്തി, ഒരു മഹത് വ്യക്തിയായി കണക്കാക്കുന്ന ആൾ, അമേരിക്കയിൽ നിന്നാണ് അബ്രഹാം ലിങ്കൻ. അറിയാം അല്ലേ? തെരുവിൻ്റെ വെളിച്ചത്തിലിരുന്ന് പഠിച്ച് മിടുമിടുക്കനായി വലിയ നിലയിലെത്തിയ ഇന്നും നമ്മൾ ഓർക്കുന്ന ഒരു ഭരണാധികാരി. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് അങ്ങനെ ഒരു സെനറ്റ് അംഗങ്ങളുടെ ഇടയിൽ വലിയൊരു ഹാളിൽ വന്ന് ഇങ്ങനെ അവരുടെ അഭിവാദനമൊക്കെ സ്വീകരിച്ച് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ ഒരു മൂലയിൽ നിന്ന് എണീറ്റ് പറഞ്ഞു, നിങ്ങൾ അഭിനന്ദിക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ്, പക്ഷേ നിങ്ങളൊരു ചെരുപ്പ് കുത്തിയുടെ മകനല്ലേ, നിങ്ങളുടെ അച്ഛൻ ചെരുപ്പ് കുത്തിയാണ്, അദ്ദേഹം തുന്നിയ ചെരുപ്പ് ഇപ്പോഴും എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇരിക്കും. അയാളിരിക്കുമ്പോൾ ആ സദസ്സ് മുഴുവൻ സൈലൻ്റായി മാറും. ഓക്കെ, ഷോക്കായി മാറി അല്ലേ, ആൾക്കാർക്ക് അങ്ങനെ സ്റ്റക്കായിട്ട് അങ്ങ് നിന്നു. ഇനി അബ്രഹാം ലിങ്കൻ എന്ത് വിചാരിക്കും, എന്ത് പറയും എന്നുള്ള ഒരു ചിന്ത വേറൊരു തരത്തിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം അബ്രഹാം ലിങ്കൻ എണീറ്റ് എന്ന് പറഞ്ഞു, ശരിയാണ്, അതാണ് എൻ്റെ അപ്പൻ ചെയ്യുന്നതെല്ലാം വളരെ നന്നായി ചെയ്യും. എൻ്റെ അപ്പം മരിച്ചിട്ട് കാലങ്ങളായി, പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലേ ആ ചെരുപ്പ്, അതിലെനിക്ക് സന്തോഷമാണ്, താങ്ക് യു. ഇത് പറഞ്ഞ് പുള്ളിയിരുന്നു. അപ്പോൾ പുള്ളിയുടെ സെൽഫ് എസ്റ്റീം ലോ ആയിരിക്കുമോ ഹൈ ആയിരിക്കുമോ? അത് ചിന്തിച്ച് നോക്കിയേ. ഇനി ഇതേ സാഹചര്യം നമ്മൾ ക്യാമറ മാറ്റി പിടിക്കുവാണ്. പുള്ളി പറഞ്ഞു, ലോ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ദൈവമേ, ഈ ആൾക്കാരൊക്കെ എന്ത് വിചാരിക്കും?
ഓക്കെ. അപ്പോൾ ഞാൻ ഈ പ്രസിഡൻ്റായിട്ടും കാര്യമില്ല, ആഫ്റ്റർ ഓൾ ഞാനൊരു ചെരുപ്പ് കുത്തിയാണ്, ഇനി നാണക്കേടാണ്, മറ്റുള്ളവരെന്നെ പരിഹസിക്കും, കളിയാക്കും, ഇനി ചായ കുടിക്കാൻ പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അടക്കം പറഞ്ഞ് ചിരിക്കും, പിന്നെ കഴിക്കാൻ തോന്നില്ല, പറയാൻ എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ പിന്നെ ആ ടെൻഷനിലെല്ലാം മറന്നു പോവും, തെറ്റിപ്പോവും. അങ്ങനെ ഒരു അവസ്ഥ ആയിക്കൂടെ? വീട്ടിൽ പോകുമ്പോഴും ചിന്തിക്കുക എന്തുകൊണ്ട് അയാൾ ഇങ്ങനെ പറഞ്ഞു, അയാളല്ലോ അയാൾ സെറ്റാക്കണം ശരിയാക്കണം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് പ്രശ്നം കൂടുതൽ വഷളാകാം. ഓക്കെ, അങ്ങനെ ചിന്തിച്ച് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് തന്നെ തകർക്കാം. അപ്പോൾ 2 തരം. ലോ സെൽഫ് എസ്റ്റീം ആണെങ്കിൽ നമ്മൾ രണ്ടാമത്തെ തരത്തിലേക്ക് പോകാം. ഒന്നാമത്തത്, എനിക്ക് എന്നെപ്പറ്റി തന്നെ നല്ല മതിപ്പുണ്ട്, നല്ല വിലയുണ്ട് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നി. എൻ്റെ ബിലീഫ് സിസ്റ്റം, എൻ്റെ വിശ്വാസം, ഞാൻ ശരിക്കുള്ള വിശ്വാസം, ഇറാഷണൽ ബിലീഫല്ല, ബിലീഫ് ശരിക്കുള്ള ബിലീഫാണെങ്കിൽ മക്കളെ നമ്മൾ പടിപടിയായി കയറും. ശത്രു സൈന്യത്തിന് ഒരിക്കലും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, വേഗം നമ്മൾ വാടി ഒടിഞ്ഞ് വീഴത്തില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ അബ്രഹാം ലിങ്കൻ്റെ സെൽഫ് എസ്റ്റീം, തനിക്ക് തന്നെക്കുറിച്ചുള്ള മതിപ്പ് വളരെ വലുതാണ്. ഇനി വിചാരിക്കുക, രണ്ടാമത്തെ എക്സാമ്പിൾ, നമ്മൾ ടീച്ചേഴ്സിനെ കണ്ടിട്ടില്ലേ? ടീച്ചേഴ്സ് നിങ്ങൾ കുഞ്ഞുമക്കളല്ലേ, ടീച്ചേഴ്സ് പറയാണ് മിടുക്കനാണ്, ഇപ്പോൾ എഴുതിയത് നല്ല ഭംഗിക്ക് എഴുതിയിട്ടുണ്ട്, അക്ഷരത്തെറ്റുകളൊന്നും കുഴപ്പമില്ല, മോനെ ഇത് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നീ ആ പ്രോഗ്രാം ചെയ്തില്ല, ഇന്നലെ പാട്ട് പാടിയില്ലേ, അത് നന്നായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? എന്താ തോന്നുക? നമുക്ക് സന്തോഷം തോന്നും, നമുക്ക് ഇഷ്ടം തോന്നും, വീണ്ടും അത് പഠിക്കാൻ തോന്നും, എഴുതുന്നത് കുറച്ചുകൂടി സുന്ദരിയായിട്ട് നല്ല ഭംഗിക്ക് എഴുതാനുള്ള ഒരു ടെൻഡൻസി തോന്നും, അല്ലേ? സന്തോഷം. ഇനി വിചാരിക്കുക, ടീച്ചർ മോശം പറഞ്ഞു, നീ ശരിയല്ല, TC വാങ്ങിച്ച അടുത്ത വർഷം വേറെ സ്കൂളിൽ പോകണം, നീയാണ് എല്ലാ ഉഴപ്പ് പരിപാടികൾക്കും കാരണം, നീ കാരണമാണ് മറ്റു കുട്ടികളെല്ലാം ഇറിറ്റേറ്റഡായി മാറുന്നത്, നീ കാരണമാണ് അവർ ഡിസ്റ്റർബ് ആകുന്നത്, ഒരു ഡിസ്റ്റർബിങ് ഫാക്ടറാണ് നീ എന്ന് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും? വിഷമം തോന്നും, സങ്കടം തോന്നും. ആ ടീച്ചറിനെ കാണുമ്പം തന്നെ ദൈവമേ എൻ്റെ ക്ലാസ്സിൽ വരരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും, അല്ലേ? ഇഷ്ടക്കേടുണ്ടാവും. അങ്ങനെയെങ്കിൽ ഞാൻ എന്ന വ്യക്തി എന്നോട് നിരന്തരം പറയുവാണ്, ഞാൻ കൊള്ളില്ല, ഞാൻ പറ്റില്ല, എനിക്ക് ഭംഗിയില്ല, ഞാൻ പ്രശ്നക്കാരനാണ്, എനിക്ക് എൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ എന്നോട് പറഞ്ഞാൽ എനിക്ക് എന്താ സംഭവിക്കുക? വിഷമം, സങ്കടം, ദേഷ്യം ഇതൊക്കെ എന്നിലുണ്ടാകും. അപ്പം ഞാൻ അതല്ലേ ഫീഡ് ചെയ്യുന്നത്? മറ്റുള്ളവർ എന്നോട് പറയുമ്പോൾ എനിക്ക് നല്ലത് പറഞ്ഞാൽ സന്തോഷം വരുന്നു, മോശം പറഞ്ഞാൽ എനിക്ക് വിഷമം വരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ എന്നോട് എന്താ പറയുന്നത്? അങ്ങനെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഞാൻ എന്ത് ഫീഡ് ചെയ്യുന്നു, ഞാൻ എന്ത് ഭക്ഷിക്കുന്നു, ഞാൻ എന്ത് പറയുന്നു, അത് എന്നെ ആക്കി തീർക്കും. കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഒരു ഹോംവർക്ക് പറയട്ടെ, ചെയ്യുമോ? ഉറപ്പായിട്ടും ചെയ്യണം. ഓക്കെ. വീട്ടിൽ കണ്ണാടി കാണുമല്ലോ, നല്ല നമ്മൾ ഫുൾ സൈസിൽ കാണുന്ന കണ്ണാടി കാണാം, അല്ലെങ്കിൽ ഇതുവരെ കാണുന്ന കണ്ണാടി, അല്ലെങ്കിൽ കുഞ്ഞു കണ്ണാടി ഇതുപോലത്തുള്ള കണ്ണാടി കാണും എന്നും. ഓക്കെ, ഹോംവർക്ക് മസ്റ്റായിട്ട് ചെയ്യണം. കാരണം നമ്മൾ ചെറുതായി ജീവിക്കേണ്ടവരല്ല, നമ്മൾ വലുതായിട്ട് ജീവിക്കേണ്ടതാണ്, കർത്താവിൻ്റെ സ്വപ്നത്തിനനുസരിച്ച് ഉയരേണ്ടവരാണ്. ഓക്കെ, അതിനുള്ള സിമ്പിൾ ടെക്നിക്കാണ്. ഓക്കെ, എല്ലാ ദിവസവും നിങ്ങൾ റൂമിൽ കയറുമ്പോൾ കണ്ണാടി കാണും, ഈ കണ്ണാടിയുടെ മുന്നിൽ പോകണം. കൊള്ളാം. ഓക്കെ, തലോട് പറയണം, യു ആർ ഗുഡ്, യു ആർ ബ്യൂട്ടിഫുൾ, ഓക്കെ, യു ആർ ഓസം, ഓക്കെ, നിനക്ക് പറ്റും, ഓക്കെ, നീ പഠിക്കും, നീ വിജയിക്കും, നീ വഴി നിൻ്റെ കുടുംബം രക്ഷപ്പെടും, ബ്യൂട്ടിഫുൾ. ഓക്കെ, താൻ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മൾ വിചാരിക്കില്ലേ മറ്റുള്ളവർ ഇത് നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്. എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെത്താനെ കണ്ണാടി നോക്കി പറയുക. ഓക്കെ, കർത്താവ് A+ ഇട്ട് തന്നെയല്ലേ, നമ്മൾ കുറയ്ക്കണ്ട. ഓക്കെ, നമ്മൾ തന്നെത്താനെ നമ്മൾ കണ്ണാടി നോക്കി പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ വലിയ കണ്ണാടിയാണ്, കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് പറയണം, ഐ ആം ഗുഡ്, ഐ ആം ഗുഡ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നല്ല കുട്ടിയാണ്, ഞാൻ മിടുക്കനാണ്, എനിക്ക് പറ്റും, എനിക്ക് സാധിക്കും, എൻ്റെ ദൈവം വലിയവനാണ്, ആ വലിയവനായ അപ്പനെ ചേർത്ത് പിടിച്ച് ഞാൻ കീഴടക്കും, ഞാൻ നേടിയെടുക്കും. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ. ഓക്കെ, സെൽഫ് റിഫ്ലക്ഷൻ ഷീറ്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേപ്പറും പേനയും എടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മളില്ലേ ഒരു പേപ്പറും പേനയും എടുക്കണം, കാണുമല്ലോ ഇഷ്ടം മാതിരി പേനയും പേപ്പറും ഒക്കെ വീട്ടിൽ കാണും. നല്ലൊരു പേപ്പർ എടുക്കണം,
ഓക്കെ. എന്നിട്ട് എന്നാ ചെയ്യുക, ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ ടേബിളൊക്കെ കാണുമല്ലോ, കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെക്കണം. നമുക്ക് വളരാൻ വേണ്ടി റിസർവ് ബാങ്കിൽ കാശിടത്തില്ലേ, ഡെപ്പോസിറ്റ് ചെയ്തില്ലേ, അല്ലേ വേണ്ട, റിസർവ് ബാങ്കിൽ പോകണ്ട. നമുക്ക് പപ്പയ്ക്കും അമ്മയ്ക്കൊക്കെ അക്കൗണ്ട് കാണും, നമുക്ക് ഒരു തുക നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുക. അപ്പോൾ അത്യാവശ്യം വരുമ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ എൻ്റെ മക്കളെ നമുക്ക് വേണ്ടി കുറച്ച് സമയം ഡെപ്പോസിറ്റ് ചെയ്യണം. ഓക്കെ. ഇതുപോലെ ഒരു പേപ്പറും പേന എടുക്കണം. ഓക്കെ. എന്നിട്ട് ഒരു 3 കോളം വരയ്ക്കണം. ഓക്കെ, വരയ്ക്കണം. ഇനി കോളം വരച്ചില്ലെങ്കിലും സാരമില്ല, ഒന്നാമത്തെ കോളം. ഓക്കെ. ഞാൻ എന്നിൽ കാണുന്ന 5 നല്ല ഗുണം. ഓക്കെ. നമുക്ക് നല്ലതുമുണ്ട്, നമ്മളെ അഭിപ്രായത്തിൽ സിസ്റ്ററിന് മോശമായിട്ടുള്ള ചില ഏരിയാസുണ്ട്, ചില നല്ല കാര്യങ്ങളുണ്ട്. അപ്പം എനിക്കറിയാമല്ലോ എന്നെപ്പറ്റി. ഓക്കെ. ആ ധാരണയുടെ ബേസിൽ മക്കൾ എഴുതണം. 5 തുടക്കത്തിൽ, പിന്നെ ഒരു 50 എണ്ണം ഒക്കെ എഴുതുന്തോറും നമ്മുടെ എസ്റ്റീം കൂടും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്ക് അങ്ങനെ ഒന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിൽ വരുന്നില്ല. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. നമുക്കുണ്ട്, നമ്മൾ കിട്ടാത്തതാണ്, ഓർക്കാത്തത് കൊണ്ട്, ചിന്തിക്കാത്തത് കൊണ്ടാണ് നമുക്കത് പറ്റാത്തത്. ഓക്കെ. അപ്പോൾ പേപ്പർ എടുക്കണം, എന്നിട്ട് എഴുതണം എൻ്റെ ഒന്നാമത്തെ കോളി. അപ്പോൾ ചുമ്മാ നമുക്കൊന്ന് ചിന്തിക്കാം. ഓക്കെ, വെറുതെ ഒന്ന് ചിന്തിക്കാം. 1. ഓക്കെ. ഒന്നാമത്തെ ഗുണം, ഞാൻ നന്നായി ചിരിക്കും. ഓക്കെ. ഇപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത വ്യക്തികൾ വന്നാലും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കും. ഒരു ഗുണമല്ലേ, അതെല്ലാവർക്കും ഇല്ല. 1. 2, പ്രാർത്ഥിക്കും. എനിക്ക് ഈശോയെ ഇഷ്ടമാണ്, പ്രാർത്ഥിക്കും. അങ്ങനെ ഭയങ്കര മടുപ്പില്ല. പള്ളിയിൽ കയറുമ്പോൾ ഒരു കുരിശ് വരയ്ക്കാനൊക്കെ തോന്നും, ഈശോപ്പേ കൂടെ വരണേ, അങ്ങനെയൊക്കെ ഒരു വിളിയുണ്ട്. ഓക്കെ. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന കുട്ടിയാണ്. 3, അമ്മയെ സഹായിക്കും. അമ്മയ്ക്ക് വയ്യാണ്ടിരുന്ന കട്ടനിട്ട് കൊടുക്കുന്നത് ഞാനാണ്, മുറ്റമടിക്കുന്നത് ഞാനാണ്. അപ്പോൾ പരസഹായം ചെയ്യും, മാതാപിതാക്കളെ സഹായിക്കും. പിന്നെ ചിലപ്പോൾ അപ്പം നമുക്ക് ഓർമ്മ വരും, പഠിപ്പിന് പ്രശ്നമാണ്, നോ പ്രോബ്ലം, പഠിപ്പ് പ്രശ്നമില്ലെങ്കിലും ഞാൻ സഹായിക്കും, വീട്ടുകാര്യങ്ങളിൽ സഹായിക്കും. പിന്നെ പുറത്ത് കടയിൽ പോയി സാധനം വാങ്ങിക്കുക, അമ്മ പറഞ്ഞാൽ ഞാൻ കേൾക്കും. പിന്നെ മോശം വർത്തമാനമൊന്നും പറയില്ല. സാധ്യതകൾ ഒത്തിരിയുണ്ട്. കൂട്ടുകാരൊക്കെ ചില വേണ്ടാത്ത ലാംഗ്വേജ് ഉപയോഗിക്കും. പക്ഷെ ഞാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്, എൻ്റെ വായിൽ നിന്ന് ഒരു മോശമായ ചീത്തവിളിയും തെറിവിളിയും ഒന്നും ഞാൻ പറയത്തില്ല. അത് ഉറപ്പിച്ചു. ഇങ്ങനെ പറയുന്നത് ഒരു വ്യക്തിയാണ്. അങ്ങനെ മക്കളെ നിങ്ങൾ എഴുതണം. നമ്മുടെ ഗുണങ്ങൾ ഇങ്ങനെ എഴുതണം. എത്രമാത്രം കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രമാത്രം നിങ്ങളുടെ എസ്റ്റീം ഇങ്ങനെ കയറുവാണ്. ഓക്കെ. ഇതിപ്പോൾ സിസ്റ്റർ 5 എണ്ണം പറഞ്ഞു. തുടക്കത്തിൽ 5 വെച്ച് തുടങ്ങാം. അതാ 5 50 ആകണം, 500 ആകണം എന്നൊരു ഉദാഹരണത്തിന്. അപ്പം പറയാം 500, ദൈവമേ അതൊന്നും ഇല്ല. മക്കളെ വിചാരിക്കുക, നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നു, അതൊരു ഗുണമാണ്. നമുക്കിതേ നടക്കാൻ പറ്റുന്നു, ഓടാൻ പറ്റുന്നു, ആരോഗ്യമുള്ള ശരീരമാണ്, ഇതൊക്കെ ഗുണമല്ലേ. അങ്ങനെ കണക്കാക്കുമ്പോൾ അമ്മേ ഇഷ്ടം മാതിരി നമുക്കുണ്ട്. ഓക്കെ. അപ്പം ഒരു ഹോംവർക്ക്. രണ്ടാമത്തത്, നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ. ഓക്കെ. ചെറുതും വലുതുമായ നേട്ടങ്ങൾ നമ്മൾ ആലോചിച്ച് എഴുതണം. അങ്ങനെ എഴുതിയില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ, അതൊക്കെ നമ്മൾ മറന്നുപോകും. ഓർക്കാത്തതെല്ലാം മറവിയിലേക്ക് പോകും. ഓർക്കാത്ത നന്മകളൊക്കെ മറന്നു പോകും. ദൈവാനുഗ്രഹം. ഓക്കെ. ദൈവം തന്ന അനുഗ്രഹങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓർത്തോർത്ത് നന്ദി പറഞ്ഞില്ലെങ്കിൽ അത് മറന്നു പോകും. പിന്നെ ഒരു കാലം എത്തുമ്പോൾ അയ്യോ ദൈവം നമുക്കൊന്നും ചെയ്തു തന്നിട്ടില്ല, അവർക്കെല്ലാം തന്നിട്ടുണ്ട്, എനിക്കൊന്നും തന്നിട്ടില്ല, ആ ഒരു അവസ്ഥയിലേക്ക് പോകും. പോകാതിരിക്കണമെങ്കിൽ മക്കളെ ഇപ്പോഴേ നമുക്ക് ഓർത്തോർത്തോർത്ത് നന്ദി പറഞ്ഞ് എഴുതി വെച്ച് വളരാം. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ തന്നെ നന്മകൾ. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുവാണ്, ഓക്കെ കഴിഞ്ഞ വർഷം എനിക്ക് ബെസ്റ്റ് ഹാൻഡ് റൈറ്റിങ്ങിനുള്ള സമ്മാനം തന്നായിരുന്നു. 1, ലോഗോസ് ക്വിസിൽ ഞങ്ങളുടെ പള്ളിയിൽ എഴുതിയതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച 10 പേരിൽ ഒരാൾ ഞാനായിരുന്നു. 2, 3, പഠിത്തത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷം ചില വിഷയത്തിന് മാർക്ക് കുറഞ്ഞായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ഞാൻ കൂട്ടിയെടുത്തു. ഓക്കെ. 4, എനിക്ക് സമ്മാനം കിട്ടി പള്ളിയിൽ നിന്ന്, സ്കൂളിൽ നിന്ന്. ഇങ്ങനെ മക്കൾക്ക് പറ്റുന്ന രീതിയിൽ. ഇപ്പം വലിയവരാണെങ്കിൽ ഓർക്കണം, നമുക്ക് അക്കാഡമിക് എക്സലൻസ് തന്നതായിരിക്കാം, ജോലി തന്നതായിരിക്കാം, ഇപ്പോൾ സൗന്ദര്യമുള്ള ശരീരവും ഒക്കെ തന്നതായിരിക്കാം. ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ എണ്ണിപ്പെറുക്കി എഴുതണം. ചെയ്യണം. ഇനി മൂന്നാമത്തത്, ലാസ്റ്റ് ഹോംവർക്കാണ്. മൂന്നാമത്തതെന്ന് പറയുമ്പോൾ നമ്മൾ വാല്യൂ ചെയ്യുന്ന, എന്ന് വെച്ചാൽ നമുക്കിഷ്ടപ്പെട്ട ഒരു 5 വ്യക്തികളെ കണ്ടെത്തണം. എന്നിട്ട് അവർ നന്ദി പറയണം. ഉദാഹരണത്തിന് വീണ്ടും നമ്മൾ പേപ്പറും പേനയും എടുത്തിട്ട് എൻ്റെ ടീച്ചർ, എനിക്ക് കുറേ ടീച്ചേഴ്സുണ്ട്, പക്ഷെ ഒരു ടീച്ചറാണ് എന്നെ ശരിക്ക് തോളി തട്ടി പറഞ്ഞത്, മോള് വിഷമിക്കണ്ട, നമുക്ക് ഈ വിഷയം നന്നായി പഠിക്കാൻ പറ്റും, മോളുടെ ദൈവം സഹായിക്കും എന്ന് പറഞ്ഞ് കുറേ നല്ല വാക്കുകളൊക്കെ എൻ്റെ തോളി തട്ടി പറഞ്ഞു. അത് ഞാൻ ഇപ്പോഴും മറക്കില്ല. ഓക്കെ. അപ്പം നമ്മളെന്ത് എഴുതി വയ്ക്കുന്നു, സജിനി ടീച്ചർ
ഈ ടീച്ചർ എന്നെ സഹായിച്ചു, ദൈവമേ താങ്ക് യു, എനിക്ക് ഈ ടീച്ചറിൻ്റെ ആ വാക്കുകൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചു. ടീച്ചർ കാരണമാണ് പഠിക്കാനുള്ള ഉഷാറൊക്കെ കിട്ടിയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച ഒരു വ്യക്തി. രണ്ടാമത്തെ വ്യക്തി എൻ്റെ പപ്പ. ഏതവസ്ഥയിലും എന്നെ സ്നേഹിക്കും, എന്ത് ചോദിച്ചാലും പപ്പ കൂടെ നിൽക്കും, എന്നെ മനസ്സിലാക്കും. ഒരിക്കൽ പോലും നീ നന്നാവില്ല, ഗുണം പിടിക്കില്ല എന്നൊന്നും പറഞ്ഞില്ല. വലിയ വലിയ സ്വപ്നങ്ങൾ ഇട്ട് തന്നത് എൻ്റെ പപ്പയാണ്. താങ്ക് യു ഈശോ എനിക്ക് എൻ്റെ പപ്പ തന്നതിന്. 2, ഇതുപോലെ ഒരു 5 വ്യക്തികളെ കണ്ടുപിടിക്കണം. ഇതൊക്കെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ എസ്റ്റീം എന്ന് വെച്ചാൽ എനിക്ക് എന്നെക്കുറിച്ചുള്ള ഒരു ബോധം, അത് നല്ല ബോധം, അതായത് ആത്മാഭിമാനം എന്ന് പറയും, സ്വയാവബോധം എന്ന് പറയും. ആ സാധനം കയറി വരണം. ആ കയറി വരുമ്പോൾ നമ്മൾ ആർക്കും തകർക്കാൻ പറ്റില്ല. കണ്ടില്ലേ, സിസ്റ്റർ പറഞ്ഞില്ലേ അബ്രഹാം ലിങ്കൻ്റെ കഥ. ഒരു നാണം കെട്ട അവസ്ഥയാകേണ്ടത് പുള്ളി എങ്ങനെയാണ് എടുത്തത്? നല്ല കോൺഫിഡൻറ്റോട് കൂടി എടുത്തു. നെഗറ്റീവ് സാഹചര്യം പോസിറ്റീവാക്കി മാറ്റി. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനമായിട്ട് നിൽക്കാൻ പറ്റി. മക്കളെ, ഇനി ലാസ്റ്റ് ഒരു സ്പെഷ്യൽ സീക്രട്ടാണ് പറഞ്ഞു തരട്ടെ. ഒരു സ്പെഷ്യലാണ്. സ്പെഷ്യൽ സിസ്റ്ററിനെ തന്നെ ശ്രദ്ധിച്ചിരിക്കണം. നമ്മുടെ ലെവലും റേഞ്ചും മാറാനുള്ള ഒരു വകുപ്പാണ്. ഒരു ടെക്നിക്ക് ഓർക്കുക. പ്രേയറൈസ്, പിക്ചറൈസ്, ആക്ച്വലൈസ്. പറഞ്ഞേ, പ്രേയറൈസ് പ്രാർത്ഥന, പിക്ചറൈസ് നമ്മുടെ മനസ്സിൽ നമ്മൾ കളർഫുള്ളായിട്ട് കാണുക. ആക്ച്വലൈസ്, അത് നടക്കും, ആക്ച്വലി അത് സംഭവിക്കും. മറക്കരുത്. പ്രേയറൈസ്, പിക്ചറൈസ്, ആക്ച്വലൈസ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് സജസ്റ്റ് ചെയ്ത് വിൻസെൻ്റ് പേൾ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് തിങ്കറാണ്. അത് പക്ഷെ നല്ലതാണ്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ എന്താഗ്രഹിക്കുന്നു അത് നമ്മളെ ആക്കി തീർക്കും. ഉഴപ്പന്മാരോടാണ് കമ്പനി എങ്കിൽ ആ ഉഴപ്പിൻ്റെ ഗുണഗണങ്ങൾ നമുക്ക് കിട്ടും. വിജയിക്കുമെന്ന് വിചാരിച്ചാൽ വിജയം ഉറപ്പ്, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടിയിരിക്കും. തോൽക്കുമെന്ന് വിചാരിച്ചാൽ തോൽവി ഉറപ്പ്. അപ്പോൾ ഈ മെത്തേഡ് മറക്കരുത്. പ്രേയറൈസ്. ഉദാഹരണത്തിന് കുഞ്ഞുമക്കൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ടീച്ചേഴ്സിൻ്റെ വഴക്ക് കേൾക്കാതെ ആ സ്കൂളിൽ നിന്ന് ഒരു ട്രോഫിയെങ്കിലും എനിക്ക് സംഘടിപ്പിക്കണം, ഒരാഗ്രഹം. രണ്ടാമത്തത്, ഈ കലാകായിക മത്സരങ്ങൾ നടത്തുമല്ലോ, അപ്പോൾ എല്ലാത്തിൻ്റെയും സമ്മാനം വേണ്ട ഈശോയെ, നമ്മൾ ആർത്തി പിടിക്കണ്ട, തന്നാൽ നമുക്ക് വാങ്ങിക്കാം, ദൈവാനുഗ്രഹം. നമ്മൾ പറയുകയാണ്, ദൈവം ഒരു ട്രോഫിയെങ്കിലും. ആ സ്റ്റേജിൽ കയറി നിന്ന് മൈക്ക് പിടിച്ച് ചെയ്യണം. ഒന്നുകിൽ പ്രസംഗിക്കണം, അല്ലെങ്കിൽ ഒരു പാട്ട് പാടണം. ഇതാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക. പക്ഷേ പ്രാക്ടിക്കലി മൈക്ക് എടുക്കുമ്പം കൈ വിറയ്ക്കും, നടക്കത്തില്ല. ഈ ആൾക്കാർ അവരുടെ നോട്ടം കാണുമ്പം തന്നെ വിറയ്ക്കും. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ആദ്യത്തെ എക്സാമ്പിൾ എന്നാ പറഞ്ഞത്, നമുക്ക് ട്രോഫി വാങ്ങിക്കണം. പക്ഷേ ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നടക്കില്ല. എൻ്റെ പഠനത്തിൻ്റെ ലെവൽ എനിക്കറിയാം, ട്യൂഷനൊന്നുമില്ല, എനിക്ക് പറ്റത്തില്ല. അങ്ങനെ പല പല കാരണങ്ങൾ, ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാണ്. പക്ഷേ നമ്മൾ ഈ മെത്തേഡിൽ എന്താ ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയ്ക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. തമ്പുരാന് കഴിയാത്തതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈശോയെ കൂട്ടുപിടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എൻ്റെ ആഗ്രഹമാണ് ഞാൻ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി പോകുന്നതിന് മുമ്പ് അന്ന് ഈ ഫൈനൽ ഡേക്ക് പാരൻസ് ഡേ മീറ്റിങ്ങിന് ഒരു ട്രോഫിയൊക്കെ കൊടുക്കുമല്ലോ, സ്പെഷ്യൽ അവാർഡ്സൊക്കെ വിതരണം ചെയ്ത് കയ്യടിയൊക്കെ വാങ്ങുമ്പോൾ എനിക്ക് ഒന്നെങ്കിലും വേണം. ആഗ്രഹം ആരോട്? ഈശോയോട് പറഞ്ഞു. 100 പേരുള്ള നമ്മുടെ ഓഡിറ്റോറിയത്തിൽ എനിക്ക് ആ പ്ലാറ്റ്ഫോമിൽ മൈക്ക് പിടിച്ച് നിന്ന് 2 വർത്തമാനം പറയണം, ഒരു MC റോള് ചെയ്യണം. ഇതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ആദ്യത്തെ മെത്തേഡ് എന്താ? പ്രേയറൈസ്, പ്രാർത്ഥിക്കുന്നു ഈശോയെ, പ്രാർത്ഥിച്ച്. രണ്ടാമത്തെ എന്നാ? പിക്ചറൈസ്, വിഷ്വലൈസ്. പിക്ചർ, വിഷ്വൽ. നമ്മൾ അകക്കണ്ണ് കൊണ്ട് നമ്മൾ കാണുവാണ്. എന്ത് കാണുന്നു? ഞാൻ എന്താണോ ഈശോയോട് പ്രാർത്ഥിച്ചത്, ആഗ്രഹിച്ചത്, അത് എൻ്റെ ഉൾക്കണ്ണ് കൊണ്ട്, മനക്കണ്ണ് കൊണ്ട് ഞാൻ കാണുവാണ്. ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ആലോചിക്കുകയാണ്, ഒരു വലിയ സ്റ്റേജ്, ആ സ്റ്റേജിൽ 100 അല്ല 1000 പേരിരിക്കട്ടെ, അല്ലേ? കുറേ പേരിരിക്കുന്നു. സ്പീക്കേഴ്സ് വലതും ഇടതും ഒക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ഇതുപോലെ കോർഡ്ലെസ് മൈക്കാണ്. ഞാൻ കൈയൊക്കെ ഫ്രീ ആണ്. ഞാൻ ആ സ്റ്റേജിൽ നിൽക്കുന്നു. കുറേ ചീഫ് ഗസ്റ്റൊക്കെ ഇരിപ്പുണ്ട്, ഫെലിസിറ്റേഷനൊക്കെ ആൾക്കാരിരിപ്പുണ്ട്, എൻ്റെ പ്രിൻസിപ്പൾ ഇരിപ്പുണ്ട്. നോക്കിയപ്പോൾ 3ാമത്തെ റോയിൽ എൻ്റെ പപ്പയും അമ്മയും ഇരിപ്പുണ്ട്. അതിൻ്റെ പുറകിൽ കൂട്ടുകാർ എണീറ്റ് നിൽപ്പുണ്ട്. പിന്നെ അപ്പുറത്ത് കുറച്ച് വില്ലന്മാർ എന്നെ കളിയാക്കാൻ വേണ്ടി നിൽപ്പുണ്ട്. അങ്ങനെയൊക്കെയുള്ള സ്റ്റേജാണ്. സ്റ്റേജിൽ നിൽക്കുന്നു, മൈക്കെടുത്ത് ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എന്നൊക്കെ പറഞ്ഞ് നമുക്കറിയാലോ, ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. അവസാനം ഞാൻ പറഞ്ഞ് താങ്ക് യു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിക്കുന്നു. ഞാൻ എൻ്റെ പപ്പയും അമ്മയെ നോക്കിയപ്പോൾ അവർ സന്തോഷം കൊണ്ട് അങ്ങനെ അഭിമാനത്തോടെ ഇരിക്കുന്നു. ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ ചീഫ് ഗസ്റ്റും തലയാട്ടി ഗുഡ് എന്ന് പറയുന്നു.
ഇതൊക്കെ മക്കളെ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. മൂന്നാമത്തത് ആക്ച്വലൈസ്. അത് സംഭവിക്കും മക്കളെ, സംഭവിക്കും. ഉറച്ചങ്ങ് വിശ്വസിക്കുക. കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നതൊന്നും കേൾക്കാതെ പോകത്തില്ല. ഓക്കെ, അതൊരു പ്രാർത്ഥന ഒരു വിത്താണ്. വിത്തിട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് മുളച്ചു പൊങ്ങുമല്ലേ. അതുപോലെയാണ് പ്രാർത്ഥന. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ബലവും കാണില്ല, ചിലപ്പോൾ സമയം എടുക്കുമായിരിക്കും. ഡോണ്ട് വറി, റിലാക്സ്, കൂൾ. പ്രാർത്ഥിക്കുക, തുടർന്നുകൊണ്ടേയിരിക്കുക. ഇടവിടാതെ പ്രാർത്ഥിക്കുമ്പോൾ ബലം ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ ചെയ്ത് മക്കളെ നമ്മൾ കർത്താവ് വിലയിട്ടത് എത്ര? 100-ൽ 100 മാർക്ക്. നമ്മളെ നോക്കിയിട്ട് ഒരു മാർക്ക് പോലും കുറച്ചില്ല കേട്ടോ. അപ്പം വളരെ നന്നായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ റേഞ്ചിൽ നമ്മൾ വളരണം, ജീവിക്കണം. അഭിമാനത്തോടു കൂടി ദൈവത്തിൻ്റെ മക്കളായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ.